മഹാലക്ഷ്മി സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണന്റെയും ഉണ്ണിയുടെയും അച്ഛനെ ഇല്ലാതാക്കിയത് പ്രതാപനാണെന്നുള്ള സത്യം ഇരുവരും അറിയുന്നു. അങ്ങനെ അവര് പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് പ്രതാപനെ. ഈ സംഭവത്തിന് ശേഷം കരുണയോട് ഉണ്ണിക്ക് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുന്നു. അങ്ങനെ ദുർഗയോട് ഉണ്ണി ഈ വലിയൊരു സത്യത്തെക്കുറിച്ച് പറയാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്നോണ്ട് ദുർഗ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ആ പ്രതാപന് ഇതൊക്കെ നമ്മളോട് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന്. അയാൾ നമ്മളോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ട് പോലും അയാൾക്ക് ഒരു കുറ്റബോധവും ഇല്ലല്ലോ മോനെ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അതുമാത്രമല്ല അയാളുടെ മകളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അയാളെ പറ്റി കണ്ണനും മഹിയും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് ദുർഗ പറയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ഇനി കരുണയോട് പഴയ പോലെ ഇഷ്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അവൾ എനിക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ തോന്നുന്നതെന്നെല്ലാം പറയാണ്. എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികളുടെ മോളെ സ്വീകരിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നും ഉണ്ണി തുറന്നു പറയാണ് ദുർഗയോട്. അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും അവളെ ഇവിടെ നിന്ന് വിട്ട് കളയണ്ട, അവളെ നമുക്ക് ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇല്ലാണ്ടാക്കണമെന്നാണ് ദുർഗയുടെ അഭിപ്രായം. പ്രതാപനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കരുണയാണ്. കരുണ വേദനിച്ചാൽ മാത്രം അയാൾക്കും വേദനിക്കുകയുള്ളൂ എന്ന് ദുർഗ പറയുമ്പോൾ, അമ്മക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, എനിക്കതിലൊരു കുഴപ്പവുമില്ല. എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയ ആ നിമിഷം മുതൽ ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം ഇത് എൻ്റെ അച്ഛനെ കൂടി ഇല്ലാണ്ടാക്കിയത് അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം ഉള്ളതും കൂടി ഇല്ലാണ്ടായെന്ന് ഉണ്ണി തീർത്ത് പറയാണ്. ദുർഗ പറയുന്നുണ്ട്, കരുണയെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കണമെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്, ഞാനത് ചെയ്യിക്കുകയും ചെയ്യുമെന്ന് ദുർഗ തുറന്നു പറയുന്നുണ്ട് ഉണ്ണിയോട്. അങ്ങനെ കരുണയെ കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ദുർഗ ചെയ്യിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയോടും കണ്ണനോടും വളരെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് ദുർഗ. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും കമലേശ്വരത്തെ ഒരു വലിയൊരു പണിക്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരുണ. ദുർഗയും ഉണ്ണിയുമെല്ലാം ഒരു പരിഗണനയും കരുണയ്ക്ക് കൊടുക്കുന്നില്ല. അവൾ ഒറ്റപ്പെട്ടു പോവുകയാണ് കമലേശ്വരം വീട്ടിൽ. ദുർഗ കരുണയോട് കാണിക്കുന്ന ഈ അവഗണന കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് സഹിക്കാനാവുന്നില്ല. മഹാലക്ഷ്മി എൻ്റെ ദുർഗയോട് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലത്തെ ഒരു പണിയും അവളെ കൊണ്ട് അമ്മ ചെയ്യിക്കരുതെന്ന് തീർത്ത് പറയുന്നുണ്ട് മഹാലക്ഷ്മി. ദുർഗയുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കരുണയ്ക്ക് ഭക്ഷണം പോലും നല്ല രീതിയിൽ കൊടുക്കാൻ ദുർഗ കൂട്ടാക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ അവശനിലയിലാവുകയും തളർന്നു പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവൾ ആസ്പത്രിയിലോട്ട് കൊണ്ടുപോകുന്നത് മഹാലക്ഷ്മിയും കണ്ണനും കൂടിയാണ്. ആസ്പത്രിയിലെത്തിയ ശേഷം അബോധാവസ്ഥയിൽ നിന്നും ഉണരുന്ന കരുണ കാണുന്നത് തൻ്റെ ചേച്ചിയാണ്. കരുണ ചോദിക്കുന്നുണ്ട് മഹിയോട്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എനിക്ക് എന്താ പറ്റിയതെന്നെല്ലാം വിശദമായിട്ട് എന്നെ ചോദിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കൊന്നും പറ്റിയിട്ടില്ല, നീ സമാധാനമായിട്ട് കിടക്കുക, ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ കരുണയുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടനെ വിളിക്കാനായിട്ട്. അപ്പോൾ കണ്ണൻ പറയുന്നു, ഉണ്ണിയേട്ടൻ ഇനി എന്തായാലും നിന്നെ തേടി വരില്ല, അവന് നിന്നെ വേണ്ട എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിനെ പോലും ഇല്ലാണ്ടാക്കിയത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു കരുണയെന്നും പറയുന്നു. നീ ഒരുപാട് ദ്രോഹിച്ച നിന്റെ ചേച്ചി മാത്രമേ നിനക്കൊപ്പമുള്ളൂ എന്നും കരുണയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കണ്ണൻ. ഇനിയെങ്കിലും നീ നിന്റെ ചേച്ചിയെ മനസ്സിലാക്കുകയും അതുപോലെ നിന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമെല്ലാം എടുത്ത് പുറത്ത് കളയുകയും നീ നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് നീ ജീവിക്കാൻ ശ്രമിക്കണമെന്ന്. എന്നാൽ മാത്രമേ ഈ ലോകവും നിന്റെ വീട്ടുകാരും എല്ലാവരും നിനക്കൊപ്പം നിൽക്കുകയുള്ളൂ എന്ന് കരുണ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണൻ. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.